എന്ന് ബിരിയാണി ഉണ്ടാക്കിയാലും ശരിയാകില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന്. കുക്കറിലേക്ക് 1 കിലോ ബീഫ് കഴുകിയതും 3 സവാളയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും 2 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒക്കെ കൂടെ ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ മറന്നതേനു, ഇത് ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്, നിങ്ങൾ ആദ്യം ഇട്ട് കൊടുത്തോളി. മസാലപ്പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, തൈര്, കുരുമുളക് പൊടി ഒന്നും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ആക്കിയിട്ടെടുക്കുക. ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു 4-5 വിസിൽ വേവിച്ചിട്ടെടുക്കുക. അപ്പോഴേക്കും ബിരിയാണിയുടെ ചോറിന് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കിയെടുക്കുക. ഓൾ സ്പൈസസ് ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകി കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. നെയ്ച്ചോറാക്കി വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണിയായിട്ട് ദം ചെയ്തെടുക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന തോതിൽ വെള്ളം എടുത്താൽ കറക്റ്റ് വേവാവും. ശേഷം വെന്ത ബീഫിലോട്ട് മുകളിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. ഗാർലിഷ് ചെയ്ത് കൊടുക്കുക. ഡെക്കറേഷന് കുറവൊന്നും വരുത്തണ്ട. വെന്ത് വരുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ അത് വറ്റിച്ചിട്ട് വേണം അതിന് മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാൻ. ഇതാ നല്ല സൂപ്പറായിട്ട് തന്നെ ഒരു 10 മിനിറ്റ് ദം ചെയ്താൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതൊരിക്കലും ഫ്ലോപ്പായിട്ട് പോവില്ല, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വെറും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് നമ്മൾ മസാലയായിട്ട് ചേർത്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പറായി ട്രൈ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.